ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജേർണലിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജേർണലിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആണ് ഞാൻ അത്രയും നാൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ വീഡിയോന്റെ താഴെയുള്ള കമന്റ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മിക്കവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാമോ എന്നുള്ളത്. എന്തോ അരിഫക്ക് ഞാൻ എഴുതി വെച്ച തെറ്റിപ്പോ കേട്ടോ, അങ്ങനെ ഒരാളാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറയാം. ടു ഡു ലിസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി പറഞ്ഞു കഴിയുമ്പം ആയിരിക്കും എന്താണ്, വളരെ സിമ്പിൾ ഒരു സാധനമാണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പം നമ്മളതിനെ ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ എന്നുള്ളതിനെക്കാട്ടിലും നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം തരുന്നൊരു സാധനം എന്നാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നൊരു വസ്തു. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കുഞ്ഞു നാൾ തൊട്ടേ ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കലും പരിപാടികളും എനിക്കുള്ളതാണ്. പിന്നെ മുന്നോട്ട് വരുന്നവരും അതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ ടൈം ബ്ലോക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു മാത്രം. പക്ഷെ ഏറ്റവും എഫക്റ്റീവായിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്ന നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മളൊരു ബുക്ക് വാങ്ങിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൻസി ആയിട്ട് ചെയ്യണോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബുക്കിന്റെ പുറകിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുക്കോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ തന്നെ മതി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ഒരു 2-3 കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ട്. ഇന്നിപ്പോ ശനിയാഴ്ചയാണെന്ന് കരുതുക. ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ തന്നെ വെച്ചോണ്ടിരിക്കുമ്പം അത് ഞാൻ മറന്നുപോകും. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഓർക്കുമ്പം അല്ലെങ്കിൽ ഈ വീക്കെൻഡ്, ഇതിപ്പോ ഒരു വീക്കാന്ന് വെക്കുക, അതിന്റെ വീക്കെൻഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പം എനിക്ക് പച്ചക്കറി വാങ്ങിക്കാനുണ്ട്, പിന്നെ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാനുണ്ട്, പിന്നെ കുഞ്ഞിന്റെ ഒരു പരിപാടി വരുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇപ്പം ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞാൽ ഇപ്പം ക്യാമറ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് സർവീസ് സെന്ററിൽ കൊണ്ട് കാണിക്കണം. നമുക്ക് ഇട ദിവസങ്ങളിലൊന്നും പോകാനൊക്കത്തില്ല. സോ അത് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യണം, അതൊന്ന്. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് തുണികൾ മാറ്റിയിട്ടിട്ടുണ്ട്, എല്ലാ തുണികളുടെയും കൂടെ മിക്സ് ആവണ്ടെന്ന് കരുതിയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് കുറച്ച് തുണി മാറ്റിയിട്ടിട്ടുണ്ട്. അത് ഇത്രയും ഒന്ന് ഈ ആഴ്ച എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒന്ന് ക്ലിയർ ആക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് അത് ആ സമയത്തിന് തീർക്കുക. അല്ലെങ്കിൽ ശനിയാഴ്ച ആകുമ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ അത് നമുക്ക് വേറെയും പ്രയോറിറ്റീസ് വരുമല്ലോ. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഇതെല്ലാം പ്രയോറിറ്റി മാറിയിട്ട് നമുക്ക് അതിനായിരിക്കും പ്രയോറിറ്റി അല്ലേ. അപ്പോൾ ആ പ്രയോറിറ്റി വൈസ് എന്നാൽ ഇത് നമ്മൾ മറന്നു പോകാനും പാടില്ല. സോ അങ്ങനെ ഓർക്കുമ്പോൾ ഒരു ചെറിയ പേപ്പറിലോ വല്ലതും എഴുതി വെക്കുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർത്ത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് എവിടെയൊക്കെ എഴുതി വെക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതുന്ന ഡയറിക്ക്, ആ ഡയറിയോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതി പോകാം. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്ക് കിട്ടത്തില്ല. നമ്മൾ ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ അതങ്ങ് അടുത്തടുത്ത പേജ് മറിക്കുമ്പോൾ ചിലപ്പോൾ എവിടെയാണ് എഴുതി വെച്ചതെന്നുള്ളത് വിട്ടുപോകും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് തന്നെയായിട്ട് നമുക്കൊരു ബുക്ക് വേണമെങ്കിൽ വെക്കാം, ഒരു ചെറിയ ബുക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ അവിടെ മാഗ്നറ്റ് ആയിട്ട് വല്ല ഒട്ടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിടാം. അത് നമ്മൾ സാധാരണ ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെയാണ് അങ്ങനെ എഴുതിയിടുന്നത്. സെയിം വേ നമുക്കിത് എഴുതിയിടാം. ഞാൻ ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ, അതായത് ഇതുപോലെ ഇങ്ങനെ അലുക്കുലുത്ത സാധനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ തന്നെ ഏറ്റവും ബാക്കിൽ എഴുതി വെക്കും. അതും ഇല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ നോട്ട്സ് ഉണ്ടല്ലോ, ഗൂഗിൾ കീപ്പ്, അത് ഭയങ്കര ഒരു അടിപൊളി സാധനമാണ്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ചെക്ക് ബോക്സ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് വെട്ടി കളയാം. ഇപ്പൊ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു വഴിക്ക് പോവാണ്, ആ വഴിക്ക് പോകുന്ന വഴിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കുണ്ടാവും. അവിടുത്തെ ബില്ലടയ്ക്കാനുണ്ടാവും, ഇന്ന കടയിൽ കയറി ഇന്ന സാധനം വാങ്ങിക്കേണ്ടതുണ്ടാവും, ചിലടത്ത് കയറിയിട്ടൊന്ന് അന്വേഷിക്കണമെന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വില അന്വേഷിച്ചിട്ട് വരണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാം തലയിലുണ്ടെങ്കിലും മറന്നു പോകും. അപ്പൊ ഞാനിത് നോക്കിയിട്ടാണ്, ഈവൻ നമുക്കിപ്പോ ഒരു 2 മീറ്റർ തുണി എടുക്കണം, അതുവരെ എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ അവിടെ ചെന്നിട്ട് അത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഓക്കെ, അവസാനം ഇനിയിപ്പോൾ 2 സാധനമേ ഉള്ളൂ വാങ്ങിക്കാൻ, ഇത് നമുക്കിപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, സമയമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ യെസ്, ഓക്കെ. അതാണ് സിമ്പിൾ ടു ഡു ലിസ്റ്റ്. ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു ഡെയിലി ടു ഡു ലിസ്റ്റ് എന്നുള്ളൊരു മട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേന്ന് എന്നുള്ളതിനേക്കാൾ ഇതിന് മുന്നേ ഉള്ള കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു 3 months പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലൈഫ് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, നമ്മൾ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിടുന്നു, തീർന്നു, വൈകിട്ട് കിടന്നുറങ്ങുന്നു, അങ്ങനെ എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് പോവാണ്. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു ഗ്രോത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാലോചിച്ച് കഴിയുമ്പം നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഒരു 3 months പ്ലാൻ കൊണ്ടുവരുന്നു.
അപ്പൊ ആ 3 months പ്ലാനിൽ ശരി നമുക്ക് ആദ്യത്തെ മാസം അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ കാര്യം പഠിക്കണം, അതും അല്ലെങ്കിൽ എനിക്ക് വീട് മൊത്തം ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം, അത് നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ വീടിന്റെ ഒരു മുറിക്കകത്ത് എനിക്കൊരു ഒരു വോൾ ആർട്ട് ചെയ്യണം. അതൊക്കെ കുറെ ടൈം എടുക്കുന്ന കാര്യമാണ്. നമ്മുടെ ഡെയിലി റെഗുലർ സാധനങ്ങളുടെ അകത്തുനിന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ട് സമയം എടുക്കുന്ന കുറെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു തീർക്കണം, അതും അല്ലെങ്കിൽ ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു പുതിയ കോഴ്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ടും അതിന്റെ മറ്റേ സ്ക്രിപ്റ്റ് എഴുതലും കാര്യങ്ങളും ഒക്കെ അതൊരു വലിയ പ്രോജക്റ്റ് ആണല്ലോ. അപ്പൊ അതുപോലെ കുറെ പ്രോജക്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നതാണ്, എന്റെ വാർഡ്രോബ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒരു പുതിയ സെറ്റ് ഓഫ് ഡ്രസ്സസ്, പുതിയ സെറ്റ് ഓഫ് കളേഴ്സും ഷെയ്ഡ്സും ഒക്കെ ഉള്ള ഒരു സെറ്റ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അതായത് ഇപ്പോൾ ഉള്ള മറ്റേ ഡൂക്കിലി സെറ്റപ്പ് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ഒരു എസ്തെറ്റിക് ലുക്ക്, നമ്മുടെ ആനിയമ്മയൊക്കെ പറയുന്നത് ഒരു എസ്തെറ്റിക് ലുക്ക് വരുന്നില്ലമ്മ, അതുകൊണ്ട് വൈറ്റ് ആണത് നല്ലത്, കറുപ്പ് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഓരോ കളറൊക്കെ തിരഞ്ഞെടുക്കും. അപ്പൊ അതുപോലെ ഞാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് വാർഡ്രോബ് അടിച്ച് മാറ്റിയിട്ട് നമ്മൾ നല്ല എസ്തെറ്റിക് ലുക്കിലുള്ള ഈ കടുവാകളി ഡ്രസ്സ് എല്ലാം മാറ്റിയിട്ട് എന്ന് വിചാരിക്കും. അതൊരു പ്രോജക്റ്റ് അല്ലേ, അത് നമുക്കൊരു 3 months പ്ലാൻ ഇട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ 3 months പ്ലാൻ ഉണ്ടാക്കുക. അതായത് 12 മാസം ഉണ്ട്, അതിൽ ഒരു ക്വാർട്ടർ അല്ലേ, അത് 3 into 4 അല്ലേ, യെസ്, ഒരു ക്വാർട്ടർ. അപ്പൊ ആ ഒരു ക്വാർട്ടറിൽ നമ്മൾ എഴുതി വെക്കുകയാണ്, ഓക്കെ ആദ്യത്തെ മാസം നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ ഉള്ള ഡ്രസ്സസ്, ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യം എടുക്കാം. ആദ്യത്തെ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡ്രസ്സസ് എല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് തപ്പും, എല്ലാം ഒന്ന് അടുക്കി പെറുക്കും, ആവശ്യമില്ലാത്തത് കളയും, ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്യും. ആദ്യം തന്നെ ഡെയിലി ഉപയോഗിക്കേണ്ടത്, വീട്ടിലാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനായിട്ട് കംപ്ലീറ്റ്ലി വീട്ടിലുള്ള ഡ്രസ്സുകളും ഒക്കെ മാറ്റുന്ന ഒരു സെറ്റ് ഒരു ഇതാണ്. പിന്നെ അതിനൊരു ടൈം, അതിനൊരു ബഡ്ജറ്റ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു ചിന്ത, ഒരു ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഒരു ഹാഫ് മന്ത്. അത് കഴിഞ്ഞ് ഒന്നാമത്തെ മാസത്തെ പകുതി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ എന്തൊക്കെ ഡ്രസ്സുകളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രസ്സുകളാണ് പുതിയ എടുക്കേണ്ടത്, അത് പയ്യെ നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്നു അല്ലെങ്കിൽ തയ്ക്കുന്നു, അതിന് തക്ക രീതിയിലുള്ള ആക്സസറീസ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ്, അതൊരു പ്രയോറിറ്റി ടാസ്ക് അല്ലാത്തതുകൊണ്ട് ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു അത് സെയിം വേ നമുക്ക് പഠിക്കുന്ന കാര്യമായാലും ഒരു 3 മാസം കൊണ്ട് നമ്മളൊരു പുതിയ കോഴ്സ് പഠിക്കാൻ പോവാണ്, ഇപ്പൊ പുറത്ത് പോയിട്ടായാലും അല്ലാണ്ടായാലും നമ്മൾ പഠിക്കാൻ പോകുന്നു എന്നൊരു പ്ലാൻ വെച്ച് കഴിഞ്ഞാലേ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മന്ത്ലി ആ 3 മാസമായിട്ട് നമ്മളെ കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ മന്ത്ലി ഒരു സംഭവം കൊണ്ടുവരും. ഒരു മന്തിൽ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് നമ്മൾ എടുക്കും, എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വീക്കിലി ആക്കും. അപ്പൊ വീക്കിലി, ഞാൻ ഇവിടെ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീക്കിലി നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, ഈ വീക്ക് ഞാൻ ഇന്ന ചെയ്യും. അപ്പൊ അതിനകത്ത് വേറെയും കുറെ കാര്യങ്ങൾ വരും. നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ വീക്കിലി എനിക്ക് ചിലപ്പോൾ വേറെ ചില അത്യാവശ്യങ്ങൾ വരും. അതായത് കൊച്ചിന്റെ സ്കൂളിൽ പരീക്ഷ വരുന്നു, അല്ലെങ്കിൽ അവളുടെ ഫാൻസി ഡ്രസ്സ് വരുന്നു, അതും അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാനുണ്ട് ഈ ആഴ്ച, ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മുറി ഡീക്ലട്ടർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെയെല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം പറയുന്നേ, അങ്ങനെയെല്ലാം വെച്ചിട്ട് നമുക്ക് ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, ഇന്ന് ഞായറാഴ്ച ഞാൻ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഓക്കെ ഈ തിങ്കളാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ ഉള്ള പ്ലാൻ ഞാൻ ഈ ഞായറാഴ്ച വൈകിട്ടുണ്ടാക്കും. അപ്പൊ അതില് എനിക്ക് അപ്സ്കിൽ ചെയ്യാനൊട്ടുള്ള ഈ വീക്കിൽ എനിക്ക് ഒരു 2 മണിക്കൂർ അപ്സ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ തയ്യൽ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല, എൻ്റെ ഡ്രസ്സുകളെല്ലാം ഇരിപ്പുണ്ട്, അതെല്ലാം തയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും നമുക്ക് തയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ തയ്ക്കാനായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ ഒരു അരമണിക്കൂർ വീതം തയ്ക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം, പഠിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. പിന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം നമുക്കൊരു റഫായിട്ട് ഒരു വീക്ക്ലി പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഈ വരുന്ന ശനിയാഴ്ച ഒരു കല്യാണമുണ്ട്, അപ്പൊ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അതിന് പോകണം, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ്, അതിനുള്ള ഡ്രസ്സ് റെഡിയാക്കണം. ഇതെല്ലാം ഈ വീക്ക് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇല്ലേ, തുണി കഴുകിയിട്ടില്ലെങ്കിൽ അത് കഴുകി വെക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീക്കിലെ പ്ലാൻ ആയല്ലോ. ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ചയുള്ള കംപ്ലീറ്റ് പ്ലാൻ ഞാൻ ഇന്നൊരു ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബുക്കാണ് ഞാൻ എടുക്കുന്നത്. ഈ ബുക്കിനകത്തെ എഴുത്തും കുത്തും ഒന്നും എനിക്കൊരു ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല, ഞാൻ ചറപറാണ് എഴുതുന്നത്. ഇതിനകത്ത് അവർ പ്രത്യേകമായിട്ട് ഓരോന്നിനും പ്രത്യേകമായിട്ട് ഓരോ ലൈനും വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നോക്കാറൊന്നുമില്ല. ഞാൻ ചെയ്ത ഒരു ടു ഡു ലിസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എത്രത്തോളം കണ്ടാൽ മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു ടു ഡു ലിസ്റ്റാണ്. അത് നമ്മൾ വ്യാഴാഴ്ച എഴുതുന്നതാണേ. അപ്പോൾ ഇത് ആദ്യം ഡേറ്റ് ഇട്ടാണ് ഞാൻ, ടൈം ഇട്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ഇതിൽ ക്ലിയർ അല്ല, ഞാൻ പറയാം. അതായത് ടൈം ബ്ലോക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് ഒരു 5:45 ഞാൻ സാധാരണ എണീക്കുന്നത്. 5:45 ഇപ്പം നമ്മൾ മീൽ പ്രിപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. 5:45 എണീറ്റ് കഴിഞ്ഞാൽ ഒരു 6:45 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ കുറേശ്ശെ കറികൾ എല്ലാം സെറ്റായിരിക്കും. പിന്നെ ചോറ് ഞാൻ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റന്റ് പോട്ടിൽ ആണ് ചോറ് വെക്കുന്നത് ഇപ്പം. അപ്പോൾ അത് ഞാൻ തലേന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും. രാവിലെ ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും ചെമ്പ റൈസ് ആണേ, 3-3:30 ആകുമ്പോഴത്തേക്കും റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ രാവിലെ 6 മണിക്ക് എണീക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി കുക്കായിട്ട് മറ്റേ നന്നായിട്ട് വരും. നമ്മളെടുത്ത് ഊറ്റിയേച്ചാൽ മാത്രം മതി. അപ്പം ചോറിന്റെ കാര്യം അങ്ങനെ സെറ്റായി. പിന്നെ രാവിലെ ചോറും കറികളും പിന്നെ രാവിലത്തെ ഫുഡും എല്ലാം നമുക്കൊരു 7 മണി 7:30 ആകുമ്പോൾ തീരും. 5:45 എണീക്കുന്നതാണ്. 1 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിനകത്ത് സംഭവം കംപ്ലീറ്റ്ലി തീരും. അപ്പൊ അത് തന്നെയാണ് ആദ്യം എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ എനിക്ക് കുറച്ച് സ്ട്രെച്ചിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യാനുള്ളത് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഞാൻ ചെയ്യും. കുറച്ച് പിന്നെ ഷോൾഡർ പ്രസ്സും സ്ട്രെച്ചിങ്ങും. കാരണം എനിക്ക് കുറേ ഇരുന്നിട്ട് ഇപ്പൊ നല്ല ബോഡി പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനത് മുടങ്ങാതെ അത് ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും കിടക്കും, അത് വേറെ കാര്യം. പക്ഷെ അത് മുടങ്ങാതെ ചെയ്യാനായിട്ട് ഒരു ലിസ്റ്റാണത്. ചില ദിവസം മുടങ്ങി പോകും കേട്ടോ. ചില ദിവസം അപ്രതീക്ഷിതമായി നമ്മൾ ക്ഷീണിക്കും. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് മറ്റേ കാറ്റഴിച്ച് വിട്ട ബലൂൺ പോലെ ആയിപ്പോവും, പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോവും. അത് നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ 8 മണി വരെ എക്സസൈസ്. 8 മണി കഴിയുമ്പോഴത്തേക്കും മൂത്ത ആളപ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും. പിന്നെ അടുത്ത ആളെ പാക്ക് ചെയ്ത് അയക്കാനുള്ള കാര്യങ്ങളെല്ലാം 8 തൊട്ട് 8:30 വരെ അവളെ പാക്ക് ചെയ്യുന്നല്ല, അവളുടെ ഫുഡും മറ്റും കാര്യങ്ങൾ പാക്ക് ചെയ്യുക, അവളെ റെഡിയാക്കുക, പറഞ്ഞു വിടുക. പാരലി തന്നെ ഞാൻ കുളിച്ച് റെഡി ആവുക 8-8:30 ആകുമ്പോഴത്തേക്കും. പിന്നെ ഒരു 9 മണിക്കുള്ളിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അടുക്കി പെറുക്കി നേരെ വർക്കിന് കയറുവാണ്. പിന്നെ ഉള്ളത് 9 മണി തൊട്ട് ഒരു 3-3:30 വരെ ഒരു 6 മണിക്കൂർ ഇന്ന സ്ട്രെച്ച്. നമ്മൾ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കും. പക്ഷെ ഒരു 6 മണിക്കൂർ 3 മണി വരെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വർക്കിൽ തന്നെയാണ്. ഇതിനകത്ത് വേറെ ഒരു ആക്ടിവിറ്റിയിലേക്കും പോകാറില്ല. ഇതിനിടയ്ക്ക് നമുക്ക് ക്ഷീണം വരുമ്പോൾ ഇറങ്ങി ആ വഴിയൊക്കെ ഒന്ന് നടന്ന് കുറച്ച് എക്സസൈസ് സ്നാക്കിങ്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു, ചെറിയ ഒരു സ്ക്വാട്ട് അല്ലെങ്കിൽ ജോഗിങ്, ജമ്പിങ് ജാക്സ് അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. സ്റ്റാൻഡിങ് ജാക്സ് എന്നൊക്കെ ചെയ്ത് കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ 9 to 3 ഞാൻ കംപ്ലീറ്റ്ലി ഇൻറ്റു വർക്കാണ്. പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ എല്ലാം വെച്ചേച്ച് നമ്മൾ 3:30 ആകുമ്പോൾ കൊച്ചിനെ വിളിക്കാൻ പോകും. കൊച്ചിനെ വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ചായയും അല്ലെ മറ്റേ ആളും വരും, ചായയും ഇതൊക്കെ കൊടുത്ത് പിന്നെ അവർക്ക് അടുത്ത സെറ്റ് ഓഫ് ട്യൂഷൻസിന് വിടുന്ന പരിപാടിയാണ്. അപ്പൊ അതിനൊക്കെ വിട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഒരു 4-4:30 4:45 ആവും. അപ്പൊ ഈ 4:45 തൊട്ട് ഒരു അരമണിക്കൂർ നടക്കണം എന്നുള്ളതാണ് വൈകിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അതായത് ഇവരെ ട്യൂഷന് കൊണ്ട് വിട്ടതിന് ശേഷം വന്നിട്ട് ഒരു അരമണിക്കൂർ നടക്കാൻ പോകും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 1 മണിക്കൂറുണ്ട് വർക്ക് ചെയ്യാൻ. 6:30 വരെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരും. 5:30 തിരിച്ചു വന്നിട്ട് 6:30 വരെ നമ്മൾ വർക്ക് ചെയ്യും. സോ 1 മണിക്കൂർ അല്ലേ. പിന്നെ 6:30 ആകുമ്പോൾ പിന്നെ ഇവരെ വിളിക്കാൻ പോകണം. അപ്പൊ വിളിക്കാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ 7 മണി തുടങ്ങിയിട്ട് പിന്നെ ഞാനൊരു 9 മണി വരെ പിന്നെയും വർക്ക് ചെയ്യും. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ട് വിട്ടിട്ട് പിന്നെ ഇവർക്ക് വേണമെങ്കിൽ വല്ല ഫുഡ് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഡിന്നർ കഴിക്കാം. അപ്പോൾ ഒരു 8-9 മണിക്കൂർ വർക്കിനും ഉണ്ട് ടൈം. ബാക്കിയുള്ള എൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഇതിനിടയ്ക്ക് നടന്നു പോകുന്നുണ്ട്. പിള്ളേരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എൻ്റെ നടപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട്. 9 മണിയാകുമ്പം കംപ്ലീറ്റ് എല്ലാം നിർത്തി സ്റ്റാറ്റസും ഒക്കെ അയച്ച് സംഭവം തീർത്ത് പിന്നെ ഞാൻ ഉഴപ്പാട്ടോ. പിന്നെ നമ്മൾ വീടെല്ലാം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് കിടക്കണം എന്നുള്ളത് ഒരു 10:30 ചെയ്യണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കിടക്കുമ്പോൾ 11-12 മണിയാവും. കാരണം ചുമ്മാ ഇരുന്ന് തോണ്ടും. അതായത് അതുവരെ ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ അത് കഴിയുമ്പോൾ എനിക്കൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഐഡിയ ഇല്ലാത്തതുകൊണ്ടും പിന്നെ മൊത്തത്തിൽ എൻ്റെ മെയിൻ ജോലികളെല്ലാം തീർന്നുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പിന്നെയാണ് ഫോൺ സ്ക്രോളിങ് തുടങ്ങി ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് പോകും. പിന്നെ കൊച്ചു വന്നിട്ട് എനിക്ക് വിശക്കുന്നെന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനകത്തുനിന്ന് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി ടു ഡു ലിസ്റ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഡെയിലി അല്ലാതെ നമുക്ക് ഒരു പർട്ടിക്കുലർ സാധനത്തിന് വേണ്ടിയിട്ടുള്ള ടു ഡു ലിസ്റ്റും ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ചെറിയ നോട്ട്ബുക്ക് എടുത്ത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന നോട്ട്ബുക്കിന്റെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. ഇന്ന ദിവസം ഇന്നത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തും ചെയ്യും. നമ്മൾക്കിപ്പോൾ ഒരു മാസത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം, ഒരു വീക്ക്ലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം,
ഒരു ഡെയിലി ഉണ്ടാക്കാം. ഈ ഡെയിലിയിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു 9 to 3 നമ്മൾ വർക്കിലേക്കാണ് പോകുന്നത് എന്ന്. ആ 9 to 3 നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ടു ഡു ലിസ്റ്റ്, അതിനും ഒരു ടൈം ബ്ലോക്കിംഗ് സെറ്റ് ചെയ്ത് 9 to 10 അല്ലെങ്കിൽ 9 to 11 ഇന്നതാണ്. ഇപ്പൊ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുന്നത്, അതിന് മറുപടി അയക്കുന്നത്, അല്ലെങ്കിൽ ചില തല ഉപയോഗിച്ച് ചിന്തിക്കേണ്ടാത്ത കുറെ കാര്യങ്ങൾ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് പിന്നീട് നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് മതി അത്, അല്ലെങ്കിൽ നല്ലോണം ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതും നമുക്കൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ആ ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പല കാറ്റഗറിയുടെ, ഞാൻ പറഞ്ഞല്ലോ പല കാറ്റഗറിയുടെ ടു ഡു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. വർക്കിന്റെ ഉണ്ടാക്കാം, നമ്മുടെ വീടിന്റെ ഉണ്ടാക്കാം, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസ്, ബക്കറ്റ് ലിസ്റ്റ്, അതുപോലുള്ള സംഭവങ്ങൾ അതും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഈ പല പല ടു ഡു ലിസ്റ്റും നമ്മുടെ ഡെയിലി ടു ഡു ലിസ്റ്റിനകത്തോട്ട് കൊണ്ടുവരണം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കത് ഭയങ്കര പരന്നിരിക്കുമെങ്കിൽ നമ്മൾ ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ടു ഡു ലിസ്റ്റ് എഴുതി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്യുമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളത് ചിലത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുമോ, ഇതിന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. അല്ല ഇപ്പൊ ചില ദിവസങ്ങളിലുണ്ടല്ലോ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഒരു വെപ്രാളമില്ലേ, ചില ഞായറാഴ്ചകളിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു വെപ്രാളമില്ല, എന്തോരം ചെയ്യാനുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല, അടുത്ത ആഴ്ച എന്തോ ചെയ്യും അങ്ങനെ തോന്നാറില്ലേ? അതിന്റെ ഒരു ആ ഒരു വിഷമം മാറാനായിട്ട് നമ്മൾ ഇതൊന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. എന്നൊക്കെ ചെയ്യാനുണ്ട്, ഈ ചെയ്യാനുള്ളത് ഇപ്പൊ ഈ ഞായറാഴ്ച തന്നെ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, സോ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ അത്യാവശ്യമുള്ള കാര്യം മാത്രം. ഇപ്പം നമുക്ക് ചിലപ്പോൾ ചിലർ പറയുന്നതായിട്ടുണ്ട് എന്റെ വീടെല്ലാം വൃത്തികേടായി കിടക്കുന്നു, ഞാൻ പറയാറുള്ള എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഈ വീട് വൃത്തിയാക്കുന്നതാണോ അതോ മറ്റേ കാര്യമാണോ പ്രയോറിറ്റി എന്ന് ആദ്യം ചിന്തിക്കുക. അപ്പൊ പ്രയോറിറ്റി ഉള്ള കാര്യം എന്താ, അത് ചെയ്യാം. എന്നിട്ട് വീട് വൃത്തിയാക്കുന്നത് നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഒരു വീക്ക് ഫുള്ള് സ്പ്ലിറ്റ് ചെയ്ത് പയ്യെ ക്ലീൻ ചെയ്യാം. നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ. ഇല്ല വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരോടും കൂടെ ചെയ്യാനായിട്ട് പറയാം. അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഇപ്പൊ ചിലർ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വീട് മഹാവൃത്തികേടായി കിടക്കുന്നു, കുഞ്ഞുങ്ങളുണ്ട്, അടുക്കളയിലെ കാര്യമൊന്നും നടക്കുന്നില്ല, എന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യം അപ്പൊ പ്രയോറിറ്റി എന്താണ്? നമുക്കിപ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കണം, വേണമെങ്കിൽ ഒരു ഇച്ചിരി കഞ്ഞിയും പയറും ഉണ്ടാക്കുക, അതൊരു പ്രയോറിറ്റിയാണ്. ഇല്ല നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രയോറിറ്റി, അതായത് ഈ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടോ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പരീക്ഷ വരുന്നുണ്ട്, അത് പാസ്സാവാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതുകൊണ്ട് വേർത്തല്ല. ഈ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റീവ് ടാസ്ക് അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ ഈ ലിസ്റ്റില് വീട് വൃത്തിയാക്കാനുണ്ട്, അടുക്കള വൃത്തിയാക്കാനുണ്ട്, പഠിക്കാനും ഉണ്ട്. അപ്പൊ അടുത്ത ആഴ്ച പരീക്ഷ വരികയാണ്. അപ്പൊ നമ്മൾ ഈ ഒരാഴ്ച ഈ വീട് വൃത്തിയാക്കുന്ന പരിപാടി ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞാല് നമുക്ക് മറ്റതിന് സമയം കൂടുതൽ കിട്ടും. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നല്ല, നമ്മൾ പഠിച്ച് തളരുമ്പോൾ നമുക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യാം. ശരിക്കും ഈ പിള്ളേരും എല്ലാരെയും വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് മറ്റേ അപ്പ ചൂലെടുക്കണം. പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് എനിക്ക് പഠിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പൊ വീട് ഒതുക്കിയിട്ടേ പറ്റത്തുള്ളൂ. അത് വേറൊരു ഇതുകൊണ്ട് നമുക്ക് ഒരു മൈൻഡ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് സാധാരണ നമുക്ക് ക്ലീനിങ് ഹെൽപ്പ് ചെയ്യും. എനിക്കൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടം അല്ലെങ്കിൽ എല്ലാം മറ്റേ തല കുത്തി നിൽക്കുന്ന, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് വീട് വൃത്തിയാക്കലാണ്. വീട് പയ്യെ തൂത്ത് വൃത്തിയാക്കി ഒരു പൊടിയൊക്കെ അടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വീട് ക്ലീൻ ആവുന്നതിനോടൊപ്പം തന്നെ മൈൻഡും ഒന്ന് ക്ലീൻ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആ കാര്യമല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ടാസ്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കപ്പോൾ അതിൽ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഈ ടു ഡു ലിസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രയോറിറ്റൈസ് ചെയ്ത് ഏതാണ് ഇപ്പൊ അത്യാവശ്യം, അല്ലെങ്കിൽ 2 ദിവസമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാൻ, അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് ക്ലാരിറ്റി കിട്ടും എഴുതി വെക്കുമ്പം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. എന്താണ് ടു ഡു ലിസ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട്, ഈ ഒരു ബുക്കൊന്നും വേണമെന്നൊന്നും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് എന്റെ ടു ഡു ലിസ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടൊരു, ഇതിലിപ്പോ അവര് തന്നേക്കുന്ന ഇതിനകത്തൊന്നും അല്ല ഞാൻ എഴുതിയേക്കുന്നത്, ആ ഒരു ചട്ടക്കൂടിനകത്തൊന്നും അല്ല. നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ, ഇത് ഒരു ക്യൂട്ട് ഇത് കണ്ട് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ബുക്ക് പല നോട്ട്ബുക്സിന്റെ ഇടയിൽ നിന്ന് കാണാതെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തേക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്ത് എഴുതാൻ നോക്കുക. അപ്പൊ നമുക്ക് ആ ടൈമിനകത്ത് തീർക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അതിനകത്ത് തീർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കുക, അല്ല വിഷമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനെ റോബോട്ടിക് ആയിട്ട് പോകാൻ പറ്റുന്നൊരു ആൾക്കാരൊന്നും അല്ല നമ്മൾ. ഇത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ, പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് ആൻസൈറ്റിയോ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ്. അത്രയും വിചാരിച്ചാൽ മതി. അതായത് ഇന്ന് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം ഗോൾ ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ കീപ്പിൽ എഴുതാം. പക്ഷെ ഗൂഗിൾ കീപ്പിൽ എഴുതിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്കത് ഹെൽപ്ഫുൾ ആണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ കീപ്പിൽ
എന്താണെന്ന് നോക്കാൻ കയറിയിട്ട് അറിയാണ്ട് നമ്മൾ ഇൻസ്റ്റ ഫേസ്ബുക്ക് വഴിയൊക്കെ പൊക്കളയും. സോ അത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. നമ്മൾ ഈ പേപ്പറിൽ എഴുതിയ സാധനം തന്നെ നമുക്ക് ഗൂഗിൾ കീപ്പിൽ എഴുതിയിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്നതൊക്കെ അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ടാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിന് ടൈം ലിമിറ്റ് വെച്ച് നമ്മൾ ഒരു ടൈം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ എഴുതുക. എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരാഴ്ച ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. നമ്മൾ അതും കൂടെ തലയിലെടുത്ത് വെക്കണ്ട. ഈ ആഴ്ച നമുക്ക് കുറച്ചധികം നമ്മുടെ പ്ലേറ്റിലുണ്ട് എങ്കിൽ നമുക്കതൊന്ന് ഒഴിവാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ വരുന്നു എന്ന് നോക്കുക. അല്ല നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പം എനിക്കും പുതിയ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ. അതുപോലെ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.